നമസ്കാരം. KSRTC ജീവനക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കും, അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരുത്തില്ല എന്നൊക്കെയാണ് പലപ്പോഴും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അദ്ദേഹം വാഹനങ്ങളെയും അതിലെ ജീവനക്കാരെയും ഒക്കെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ്. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി വന്നപ്പോൾ തന്നെ KSRTCയിൽ വലിയൊരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നു. ചുരുങ്ങിയ പക്ഷം പാവം KSRTC ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കിട്ടുമെന്നുള്ള പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. അത് അസ്ഥാനത്തായി. മിനിഞ്ഞാന്ന് കായംകുളത്തു നിന്ന് അടൂരിലേക്ക് വന്ന KSRTC ബസ്സിൽ നടന്ന ഒരു സംഭവം വളരെ വേദനിപ്പിക്കുന്നതാണ്. ഒരു തെമ്മാടി, ഒരു മദ്യപൻ, ഏതോ ഒരു സ്വകാര്യ കമ്പനിയിലെ സൂപ്പർവൈസർ, കൊട്ടാരക്കര ഇഞ്ചക്കാട് സ്വദേശി ഷിബു. ഇയാൾ കണ്ടക്ടർ മനീഷിനെ വിളിച്ച അസഭ്യവും കയ്യേറ്റ ശ്രമവും അസഭ്യവിളിക്കിടയിൽ ഇവൻ പറഞ്ഞ ചില വാചകങ്ങളും എന്നെ വല്ലാതെ വേദനിപ്പിച്ചതാണ്. എടാ, ഞാൻ മാസം 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നവനാണ്. നിനക്ക് ഈ മാസം ശമ്പളം കിട്ടിയോ? നിന്റെ വീട്ടിൽ ഇന്ന് കഞ്ഞി വെച്ചോ? ഇങ്ങനെയാണ് ഷിബു എന്ന തെമ്മാടി ചോദിച്ചത്. നിസ്സഹായതയോടെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ആ കണ്ടക്ടറുടെ ദയനീയമായ മുഖഭാവം വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. ഷിബു എന്ന തെമ്മാടിയുടെ ആ ചോദ്യത്തിന്റെ ഉത്തരവാദി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ കൂടിയാണ്. KSRTC ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്നുള്ള കാര്യം കേരളത്തിന്റെ ആകാശത്തിന് മുകളിൽ കൂടി പറക്കുന്ന കാക്കകൾക്ക് പോലും അറിയാം. അതവിടെ നിൽക്കട്ടെ, ശമ്പളം കിട്ടാത്ത ഈ KSRTC ജീവനക്കാർ ഒന്നടങ്കം പണിമുടക്കിയാൽ എന്തായിരിക്കും സ്ഥിതി? എന്തുകൊണ്ടാണ് പോലീസ് വകുപ്പിൽ ശമ്പളം മുടങ്ങാത്തത്? മറ്റു സർക്കാർ ജീവനക്കാർക്ക് കഴിഞ്ഞ മാസം 5 ദിവസത്തോളം ശമ്പളം മുടങ്ങിയിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം. പോലീസിൽ ശമ്പളം മുടങ്ങിയാൽ 400 പോലീസുകാരുടെ വലയത്തിൽ വിരട്ടലും വിലപേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് വീമ്പിളക്കി നടക്കുന്ന പിണറായി വിജയന് പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഏതു വകുപ്പിൽ ശമ്പളം മുടങ്ങിയാലും ആഭ്യന്തര വകുപ്പിൽ ശമ്പളം മുടങ്ങില്ല. KSRTCയിൽ ജോലി ചെയ്യുന്ന ഡ്രൈവറും കണ്ടക്ടറും മെക്കാനിക്കും ഒക്കെ ജീവനക്കാരാണല്ലോ, അല്ലാതെ ഉദ്യോഗസ്ഥരല്ല. അപ്പോൾ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അവർ തൊഴിലാളി വർഗമല്ലേ. പറഞ്ഞു വന്നത് ഇതേക്കുറിച്ചല്ല. കണ്ടക്ടറെ അസഭ്യം വിളിച്ച ഷിബു എന്ന യാത്രക്കാരനെ കുറിച്ചാണ്. ഇയാൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നതിനെ ചോദ്യം ചെയ്തതാണ് കണ്ടക്ടറെ അസഭ്യം വിളിക്കാനും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനുമൊക്കെ കാരണം. അസഭ്യം വിളിക്കുന്നതിനിടയിൽ ഈ യാത്രക്കാരൻ പറയുന്നുണ്ട്, പണം ഞാൻ ഗണേഷ് കുമാറിന്റെ PAയുടെ കയ്യിൽ കൊടുക്കാമിട എന്നാണ്. അതായത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ PAയും താനും തമ്മിൽ അടുപ്പക്കാരാണ് എന്നാണ് അയാൾ പറയുന്നത്. അത് ശരിയാണോ എന്നൊന്നും നമുക്കറിയില്ല. കണ്ടക്ടറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ തടയാൻ ശ്രമിച്ച മറ്റു യാത്രക്കാരെയും ഇയാൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഒരു യാത്രക്കാരനെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം വിളിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് കണ്ടക്ടർ അടൂർ പോലീസിൽ പരാതി നൽകി. പ്രതിക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആന്റണി രാജു ആയിരുന്നു ഗതാഗത മന്ത്രിയെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ ആൾക്കാർക്കുണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനാണ്. അപ്പോൾ നടപടി ഉറപ്പായും ഉണ്ടാകും. എന്നാൽ പ്രതി ഷിബുവിനെതിരെ പോലീസ് ആദ്യം സ്വീകരിച്ചത് മൃദു സമീപനമാണ്. പിന്നീട് അയാളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഇയാൾ കൊട്ടാരക്കര സ്വദേശിയാണ്. സ്വാഭാവികമായും ഗണേഷ് കുമാറുമായോ അദ്ദേഹത്തിന്റെ PAയുമായോ ഇയാൾക്ക് അടുപ്പമുണ്ടായിരിക്കണം. കുറ്റക്കാരനെതിരെ കർശനമായ നടപടി എടുക്കുമെന്നാണ് ഗണേഷ് കുമാർ ഇന്നലെ പറഞ്ഞത്. സ്റ്റേഷൻ ജാമ്യത്തിൽ പറഞ്ഞു വിടുന്നതാണോ കർശനമായ നടപടി? അപ്പോൾ ഗതാഗത മന്ത്രി ഡബിൾ ഗെയിം കളിക്കുകയല്ലേ? തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവും KSRTC ബസ് തടഞ്ഞിട്ട് അഭ്യാസം കാണിച്ചപ്പോഴും മന്ത്രി പറഞ്ഞത് ഡ്രൈവർക്ക് നീതി കിട്ടുമെന്നാണ്. പിന്നീട് അത് പോലീസിന്റെ റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്നായി. നിരപരാധിയായ യദു എന്ന ഡ്രൈവറെ പോലീസ് പിടിച്ച് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ വരെ ഭക്ഷണം പോലും നൽകാതെ സ്റ്റേഷനിൽ ഇരുത്തി. ഇപ്പോൾ മാസം 2ആയി. ജോലിയില്ലാതെ പുറത്തു നിൽക്കുകയാണ് അയാൾ. ഇതുവരെ അയാൾ ജോലിക്ക് കയറിയിട്ടില്ല. മന്ത്രിയെ നേരിട്ട് കണ്ട് സങ്കടം ബോധിപ്പിക്കാൻ വന്നിട്ട് അയാളെ ഓഫീസിനുള്ളിലേക്ക് കടത്തിവിട്ടില്ല. അപ്പോൾ ഇരയ്ക്കൊപ്പമാണെന്ന് നടിക്കുകയും വേട്ടക്കാരനൊപ്പം നിൽക്കുകയുമല്ലേ മന്ത്രി ചെയ്യുന്നത്? ഈ കണ്ടക്ടർക്കും നീതിയില്ല, നീതി കിട്ടില്ല, അതുറപ്പാണ്. അയാൾക്ക് അത്രയേറെ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെയാണ് ആ പാവം കണ്ടക്ടറോട് തെമ്മാടിത്തരം കാണിച്ചത്. സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചത് ദുർബല വകുപ്പുകൾ ചേർത്തത് കൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാം നാടകം. ശമ്പളമോ ഇല്ല. ആ കണ്ടക്ടർക്ക് നീതിയെങ്കിലും കൊടുക്കണം.